അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? നേരിട്ടറിഞ്ഞ കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളതെന്ന് ഗായിക ഗൗരി ലക്ഷ്മി. ദുരനുഭവം നടികൾക്ക് മാത്രമല്ല. ഈ ഫയൽ നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. പുതിയ പരാതി എഴുതിക്കോ. എതിർത്ത് നിന്നതിന്റെ പേരിലും പ്രതിഫലം ആവശ്യപ്പെട്ടതിനും അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് ഗൗരി ലക്ഷ്മി തുറന്നു പറയുന്നു. വ്യക്തമായില്ലേ? ശരി, ഞാൻ വ്യക്തമാക്കി തരാം. അല്ല, ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇൻഡസ്ട്രിക്കുള്ളിൽ നിൽക്കുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ കേട്ടും കണ്ടും നേരിട്ട് കിട്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു കാര്യം ഇപ്പം എല്ലായിടത്തും ന്യൂസ് ചാനൽ വരുന്നു എന്ന് മാത്രമേ നമുക്കുള്ളൂ. ഞാൻ നടിയല്ല, ഐ എം എ സിംഗർ. അപ്പോൾ ഇത് നടിമാർ മാത്രം, അല്ലെങ്കിൽ ഇപ്പം ക്യാമറയ്ക്ക് പുറകിലോ ക്യാമറയ്ക്ക് മുന്നിലോ മാത്രമുള്ള ആളുകൾ മാത്രം ഫേസ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. എന്നിട്ട് ഞാൻ കാസിനോ എന്നുള്ള മൂവിയിൽ ഫസ്റ്റ് വരുമ്പോഴേക്കും എന്താ ഉറക്കം വരുന്നു. അപ്പം ഈ ഒരു മൂവി ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് എക്സ്പോഷർ വരുന്ന 15 വയസ്സിലാണ്. 15 വയസ്സിൽ വരുന്ന എനിക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ വാസ് 32 or 35 years old അന്ന്. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. സോ ബേസിക്കലി മറ്റേ പീഡോഫീലിയാണ് അവിടെ നടക്കുന്നത്. സിനിമാ നടികൾ പോട്ടെ, അതിലും എത്രയോ സുന്ദരിമാരായ കാമുകിമാരുണ്ടായിരുന്നു എനിക്ക്. നീയൊരു ഭാഗ്യവൻ തന്നെയാണോ? ഭാഗ്യം മാത്രമല്ല മാരാരെ, സെക്ഷൽ അബ്യൂസ് ലൈക്ക് സെക്ഷുവലി നമ്മൾ ഫേവറബിൾ ആയാൽ മാത്രമേ ഓപ്പർച്യൂണിറ്റി തരുള്ളൂ എന്ന് പറയുന്ന ആളുകൾ ഇവിടെയുണ്ട്. അന്വേഷിക്കുന്ന ആള് ഞാനാണെന്ന് അറിഞ്ഞ ഒരു സമയത്ത് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു ഇൻസിഡന്റ് എന്നാണ് ഇതുണ്ടായതെങ്കിലും, പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പുറത്താൾ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്.